നമസ്കാരം, ഞാൻ സിയാ ദില്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്. എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് വെള്ളിയാഴ്ചയിലെ നമ്മളുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ്. കഴിഞ്ഞ തവണത്തെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ ശക്തികാന്ത് സാറായിരുന്നു ആ സമയത്ത് നമ്മുടെ RBI ഗവർണർ. വിലക്കയറ്റം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം 25 ബേസ് പോയിന്റ് പോലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല. എന്നാൽ ഇത്തവണത്തെ MPC മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ വലിയ പ്രത്യേകത ഉണ്ട്. ഒന്നാമത് അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. പുതിയതായിട്ട് നമ്മുടെ നിലവിലുള്ള ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രത്യേകത എന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള തുഹിൻ കാന്ത പാണ്ഡെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇത്തവണത്തെ ബഡ്ജറ്റ് വിലക്കയറ്റം കൂട്ടാൻ ഉള്ള ബഡ്ജറ്റല്ല, വിലക്കയറ്റം കുറയ്ക്കാൻ സാധ്യതയുള്ളൊരു ബഡ്ജറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കൂടാതെ തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് RBI ഗവർണർ തന്നെയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് RBI നമുക്ക് ബാങ്കിലെ ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടായപ്പോൾ 60,000 ബോണ്ടുകൾ റീപർച്ചേസ് ചെയ്ത് 1.25 lakh crores ലിക്വിഡിറ്റി ബാങ്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആക്ഷൻ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ അന്ന ദിവസം 600 പോയിന്റ് റാലി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇനി ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കാർഷിക വിളവിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മളുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ തീരുമാനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ കാരിഫ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1647 ലാക്ക് മെട്രിക് ടണ്ണാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നത് നിന്നും ഏകദേശം 89% അപ്സൈഡ് ആണെന്നുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ കാരിഫ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉള്ളത്. കാരിഫ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൺസൂൺ കാലത്ത് കർഷകർക്ക് ലഭിക്കുന്ന വിളവിൻ്റെ ഒരളവാണ് ഈ ഒരു കാരിഫ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇനി നമ്മളുടെ CPI ഇൻഫ്ലേഷൻ നമുക്ക് ഉയർന്ന രീതിയിലാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഒക്ടോബർ ആയിരുന്നു. ഒക്ടോബറിന് ശേഷം നമുക്ക് ഒക്ടോബർ 14 മന്ത് ഹൈ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അതിനുശേഷം നമുക്ക് ഡിസംബറിൽ ഇതേ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുള്ളത് അത് താഴ്ന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഇപ്പോൾ ഇതിനർത്ഥം ഞാനിപ്പോൾ RBI ഈ തവണ 25 അല്ലെങ്കിൽ 50 ബേസ് പോയിന്റ് കട്ട് ആക്കുമെന്നൊന്നും ഒരു പ്രസ്താവനക്ക് ഞാൻ തയ്യാറല്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെൻ്റെ ഭാവനയിൽ നിന്ന് വന്ന കാര്യമല്ല, എല്ലാം തന്നെ ഓൾറെഡി തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇപ്പോൾ വരികയാണെങ്കിൽ വളരെയധികം ഗുണകരമാകും. ഇനി രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ, ചൈന അല്ലെങ്കിൽ US ചൈന ഈ ഒരു ട്രേഡ് വാർ എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി പ്രധാനമായിട്ടും ഈ ഒരു മാസം ഏപ്രിൽ 13 ട്രംപും PM മോഡിയും തമ്മിലുള്ള മീറ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു മീറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ചാറ്റ് ജിപിറ്റിനെ തോൽപ്പിക്കാനായിട്ട് ഡീപ് സിങ്ക് വന്നതിന് ശേഷം ഇന്ത്യ സ്വന്തമായിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം നിർമ്മിക്കുമെന്നുള്ള പ്രസ്താവനക്ക് 24 മണിക്കൂറിനുള്ളിൽ ChatGPTയുടെ എല്ലാം തന്നെ CEO ആയിട്ടുള്ള സാം ആൾട്ട്മാൻ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഡിഫൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 60,000 കോടി രൂപയുടെ റാഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയുണ്ട്. ഏപ്രിലിൽ ഫ്രഞ്ച് ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയിൽ വരും. അപ്പോൾ അതൊക്കെ ഡിഫൻസ് സെക്ടറിന് അത് വളരെയധികം ഹൈലൈറ്റിലേക്ക് വരും. ഒരിക്കലും ഒരു മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ്സ് വന്നേക്കാമെന്നൊന്നും നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല. എല്ലാം ഡേറ്റ പറയുന്നതാണ്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് ഇന്ന് വരാണെങ്കിൽ CDSL, MCX, HDFC തുടങ്ങിയ കമ്പനീസ്, ക്യാംസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ഹെൽത്തി മന്ത്ലി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈവൻ ഏഞ്ചൽ വൺ അടക്കം, ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള ഏഞ്ചൽ വൺ അടക്കം, ONGC, ഹിൻഡൽകോ പോലെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസിലും ബൈങ്ങിങ് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. കൺസോൾട്ടേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കൂടിയും വലിയ പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. നിഫ്റ്റിയിൽ ഇന്ന് ONGC, ഹിൻഡൽകോ, അപ്പോളോ ഹോസ്പിറ്റൽ, BPCL, അദാനി പോർട്ട് റാലി രേഖപ്പെടുത്തി. ഫോൾ ആയിട്ടുള്ളത് ഏഷ്യൻ പെയിൻറ്റ്, ടൈറ്റാൻ കമ്പനി, നെസ്ലെ, HUL, ബ്രിട്ടാനി തുടങ്ങിയ കമ്പനീസാണ്. ഏഷ്യൻ പെയിൻറ്റ് എല്ലാം തന്നെ 3.5% ഡീവുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ന്യൂസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ബിറ്റ്കോയിൻ 97,000, ബ്രന്റ് ഓയിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് 75, ഗോൾഡ് $28. ഗോൾഡ് തൊട്ട
പൊള്ളുന്ന വില എന്നൊക്കെ നമ്മൾ നാട്ടുകാർ പറയുന്ന വിലയിലേക്ക് ഗോൾഡ് എത്തി. $2,870 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് ഫോൾ ആയിട്ടില്ല, സ്പൈക്ക് രേഖപ്പെടുത്തി 1%. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. എങ്ങനെയാണ് നെഗറ്റീവ് ആകാതിരിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ചൈനയും US ആണ് ട്രേഡ് വാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയും ചില്ലറ കാരല്ല ഈ ഒരു കാര്യത്തിൽ. കാരണം ടെസ്ല എന്ത് മാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് വരാനായിട്ട്. ഈ ഒരു ടാക്സിനെല്ലാം തന്നെ വിഷയമാണ് ഉള്ളത്. ഹാർലി ഡേവിഡ്സൺ കമ്പനി ബൈക്കിന് 50% ടാക്സ് നമ്മൾ ഏർപ്പെടുത്തുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മളും ചില പ്രത്യേക പ്രൊഡക്റ്റിനെല്ലാം തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോഴും ഹൈ ആയിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ ആരോ കമൻറ്റ് ചെയ്ത പോലെ തന്നെ ട്രംപ് എന്ന് പറയുന്നത് അമേരിക്കയോട് വളരെയധികം തീവ്ര സ്നേഹമുള്ള ഒരു ആളാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സിനാരിയോയിലാണ് ട്രംപ് ഉള്ളത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം സ്വിഗ്ഗിയുടെ ന്യൂസാണ്. സ്വിഗ്ഗി ലോസ് റിപ്പോർട്ട് ചെയ്തു. 800 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 574 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു. ഇത്തവണ ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഒരുപാട് അപ്ഡേറ്റുകളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇൻഫോ എഡ്ജ് കമ്പനി, നോക്കിരിയുടെ പ്രൊമോട്ടേഴ്സ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:5 റേഷ്യോ. ജ്വല്ലറി കൺസപ്ഷൻ ചൈനയെ കടത്തി വരുത്തി ഇന്ത്യ 563 ടൺ, ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി കൺസപ്ഷൻ രാജ്യമായി മാറി. ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് ഫോൾ ആയിട്ടുണ്ടല്ലോ. പ്രധാനമായിട്ടും EPS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ടാർഗറ്റ് കട്ട് ചെയ്തു. വെൽസ്പൻ എൻ്റർപ്രൈസസ് 291 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ഇവരുടെ ബാറ്ററി കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. സോളാർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. JSW എനർജി കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടി. 1600 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഓർഡർ വെസ്റ്റ് ബംഗാളിൽ നിന്ന്. GTL ഇൻഡസ്ട്രീസ് കമ്പനി 24 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് മിഷൻ ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അബോട്ട് ഇന്ത്യ ഫാർമ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്ന് 360 കോടി രൂപ. അരവിന്ദ് ഫാഷൻ കമ്പനി, അരവിന്ദ് ഫാഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ആരോ, CK, കാൽവിൻ, കെൽവിൻ, ടോമി ഹിൽഫർഗ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ഇന്ത്യയിലുള്ള വിതരണം ഈ അരവിന്ദ് ഫാഷൻസിനാണ്. നെറ്റ് പ്രോഫിറ്റ് 47 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഗോഡ്ഫ്രൈ ഫിലിപ്സ് കമ്പനി, സിഗരറ്റ് നിർമ്മാതാക്കൾ 166 കോടി രൂപയുടെ GST ഡിമാൻഡ് ഓർഡർ ലഭിച്ചു. ലെമൺ ട്രീ ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള കമ്പനി നെറ്റ് പ്രോഫിറ്റ് 76% ഉയർന്നു. ജാർഖണ്ഡ് പ്രകാശൻ ഇവർ 73 നിന്ന് 62 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വെൽസ്പൻ കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 290 കോടി രൂപയിൽ നിന്ന് 673 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അൾട്രാടെക് സിമെൻറ്റ് പുതിയ ഇവരുടെ സിമെൻറ്റ് ഗ്രൈൻഡിങ് കപ്പാസിറ്റി വെസ്റ്റ് ബംഗാളിൽ നിലവിലുള്ള പ്ലാന്റാണ് ഇവർ ഉയർത്തുന്നുണ്ട്. M&M SEV ഇവരുടെ EV ഒറിജിൻ എന്ന് പറഞ്ഞ SEV കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. ഈ SEV വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. അവരുടെ ബുക്കിംഗ് ഇവർ ആരംഭിച്ചിട്ടുണ്ട്. VRL ലോജിസ്റ്റിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13 നിന്ന് 59 കോടി രൂപയിലേക്ക് ഉയർന്നു. നവനീത് എഡ്യൂക്കേഷൻ കമ്പനി 13 നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഓൾ.